നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ നാടിൻ്റെ ഒരു അന്തരീക്ഷം അത് BJP ഉണ്ടോ, BJPക്ക് ഏത് MLA ഉണ്ടോ, MP ഉണ്ടോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനേക്കാൾ സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു പൊതുശത്രുതയുടെയും അപരമത വിദ്വേഷത്തിന്റെയും, കൃത്യമായി പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധ പിന്നാൾ പ്രവർത്തനത്തിന്റെയും എല്ലാം ഒരു ഗതി സ്വീകരിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും സുന്ദരമായി നമുക്കൊരു മൈത്രിയുടെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒന്നായി ഈ വിദ്വേഷ പ്രവർത്തനങ്ങൾ, ഈ വിദ്വേഷ പ്രചരണങ്ങൾ എന്നുള്ളത് ഒരു തടസ്സമായി നമ്മൾ കാണണമെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. പരപ്പനങ്ങാടി സക്കരിയ കോണിയത്ത് പരപ്പനങ്ങാടിയിലാണോ അതല്ല ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിലാണോ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്ന് അന്വേഷിച്ചിറങ്ങാൻ തുനിഞ്ഞാൽ ആ അന്വേഷണം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടം നിസ്സഹായനായ, തീർത്തും നിരപരാധിയായ ഒരു മുസ്ലിം യുവാവിനുമേൽ ഏത് ചാപ്പയാണോ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേർചിത്രം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സക്കരിയ പരപ്പനങ്ങാടിയെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ജയിലിലായതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയെ ബാംഗ്ലൂർ ജയിലിൽ വിസിറ്റ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ സോളിഡാരിറ്റിക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. ഒരു ചെറിയൊരു പയ്യനുണ്ട്, തീർത്തും നിരപരാധിയായി ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പയ്യൻ. അവൻ്റെ കേസ് സോളിഡാരിറ്റി ഏറ്റെടുക്കണമെന്നാണ് അബ്ദുൽ നാസർ മഅദനി അന്ന് ആ സന്ദർശന വേളയിൽ സോളിഡാരിറ്റിയോട് പറഞ്ഞത്. അതിനിടയിൽ 3-4 വർഷം പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പരപ്പനങ്ങാടിക്കാർക്ക് പോലും പരപ്പനങ്ങാടിയിൽ നിന്ന് സക്കരിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ ജയിലിലുണ്ട് എന്ന് അറിയുന്നത് അദ്ദേഹം തടവിലാക്കപ്പെട്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. സോളിഡാരിറ്റിയാണ് ആദ്യമായി പരപ്പനങ്ങാടിയിൽ സോളിഡാരിറ്റിയുടെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സക്കരിയയുടെ നിരപരാധിത്വം ഉന്നയിച്ചുകൊണ്ട് ആദ്യമായി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. പരപ്പനങ്ങാടിയിലെ നല്ലവരായ, സഹൃദയരായ ഒരു പറ്റം നാട്ടുകാരും ചെറുപ്പക്കാരുമെല്ലാം പിന്നീട് ഫ്രീ സക്കരിയ ആക്ഷൻ കമ്മിറ്റിയെല്ലാം ഉണ്ടാക്കുന്നത് അതേ തുടർന്നും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗതിവേഗത്തിൻ്റെ ചുവട് പിടിച്ചുമൊക്കെയാണ്. പിന്നീട് സക്കരിയ 3 തവണ പരപ്പനങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ മരണപ്പെട്ട ആ ജ്യേഷ്ഠൻ്റെ മരണാനന്തര കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന്, ശേഷം ഉമ്മയെ കാണുന്നതിന്, അങ്ങനെ 3 സന്ദർഭത്തിൽ സക്കരിയ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ അടുത്ത് നിങ്ങൾ വളരെ പ്രസിദ്ധമായ അതല്ലെങ്കിൽ പ്രമാദമായ ഒരു വിധി കർണാടക ഹൈക്കോടതിയുടേതായി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിക്ക് കേരളത്തിൽ ചികിത്സക്കായി അനുവദിച്ച ജാമ്യത്തിലെ ഇളവിനെ തുടർന്ന് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരാനുള്ള ചെലവ് മുഴുവൻ അദ്ദേഹം തന്നെ വഹിക്കണം. ഏകദേശം ഒരു 60-70 ലക്ഷത്തോളം രൂപ അബ്ദുൽ നാസർ മഅദനി തന്നെ വഹിക്കണം എന്നൊരു നിരീക്ഷണം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ പറയുകയും സുപ്രീം കോടതി തുടർന്ന് അതിൽ അപ്പീൽ പോയപ്പോൾ അതിൽ ഇടപെടാൻ വിസമ്മതിക്കുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ അബ്ദുൽ നാസർ മഅദനി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഈ തുക സമാഹരിക്കാൻ 60-70 ലക്ഷമൊക്കെ സമാഹരിക്കാൻ എൻ്റെ അഭ്യുദയകാംക്ഷികളും എന്നെ സ്നേഹിക്കുന്നവരുമായ ആളുകളെ കൊണ്ടൊക്കെ സാധിക്കും. പക്ഷെ ഒരുപാട് നിരപരാധികളായ ആളുകൾ ഇതുപോലെ ഈ ജയിലുകളിലുണ്ട്. ഇത്ര വലിയ തുക ആ നിലയിൽ സർക്കാരിന്, വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു കൈക്കൂലിയാണ്. അത് കൊടുത്തുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. നീതിയുടെ വില ഇത്രമേൽ വലുതാണെങ്കിൽ ആ നീതി വേണ്ട എന്നാണ് അബ്ദുൽ നാസർ മഅദനി പറഞ്ഞത്.
പരപ്പനങ്ങാടിക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സക്കരിയ വന്നുപോയ ഓരോ കിലോമീറ്ററിനും 200-ലധികം രൂപ 300-ലധികം രൂപ ചാർജ് ചെയ്തുകൊണ്ടാണ് 19 വയസ്സിൽ പിടിച്ച് കൊണ്ടുപോകപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമേൽ കനത്ത തുക സ്വന്തം ജ്യേഷ്ഠന്റെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് പോലും ഇത്രമേൽ ഭീകരമായൊരു തുക ചുമത്തിക്കൊണ്ടാണ് 2 ലക്ഷത്തോളം രൂപ 20 മണിക്കൂറിന് ചുമത്തിക്കൊണ്ടാണ് സക്കരിയ പരപ്പനങ്ങാടിയിൽ വന്നു പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് പരപ്പനങ്ങാടി എന്ന് പറയുന്നൊരു പ്രദേശം, അതല്ലെങ്കിൽ സക്കരിയ എന്ന് പറയുന്നൊരു വ്യക്തി പ്രതീകം മാത്രമാണ്. ഈയടുത്ത് നമ്മൾ കേട്ടിട്ടുള്ള മനുഷ്യാവകാശവും അതല്ലെങ്കിൽ കുറെ കൂടി മുസ്ലിം അവകാശവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളുടെ ആദ്യ പടി തുടങ്ങുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യമായ ആലോചനകൾ തുടങ്ങുന്നത് ഇത്തരം ചെറുപ്പങ്ങളെക്കുറിച്ചുള്ള സോളിഡാരിറ്റിയുടെ ഉന്നയിക്കലിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തി നിറഞ്ഞ ഒന്നല്ല എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ്. കേരളത്തിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മ പറഞ്ഞത് കേരളത്തിൽ കൂടെ കൂടെ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. കാശ്മീരിൽ പോയി എൻകൗണ്ടറിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെട്ട സ്വന്തം മകനെ കുറിച്ച് ഒരു ഉമ്മക്ക് ഒരു കാലത്ത് പറയാനുണ്ടായിരുന്നത്, രാജ്യദ്രോഹിയാണെങ്കിൽ തീവ്രവാദിയാണെങ്കിൽ എൻ്റെ മകൻ്റെ മയ്യത്ത് എനിക്ക് കാണണ്ട എന്നാണ്. എങ്ങനെയാണ് എൻ്റെ മകൻ രാജ്യദ്രോഹിയും തീവ്രവാദിയും ആക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ അന്ന് ആ ഉമ്മക്ക് അവരുടെ നിസ്സഹായാവസ്ഥയിൽ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആ ഉമ്മയുടെ പ്രശ്നമല്ല അത്. ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഭാഷ്യവും പോലീസിൻ്റെ നരേഷനുമെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് ആ സമയത്തെ ആ ഉമ്മയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 2020 ഫയൽ ചെയ്യപ്പെടുന്ന പരപ്പനങ്ങാടിയിലെ തന്നെ സക്കരിയയുടെ ഉമ്മ ബിയ്യുമ്മ കൊടുക്കുന്ന ഒരു ഹർജിയുണ്ട് സുപ്രീം കോടതിയിൽ. UAPA എന്ന അതിഭീകര നിയമത്തെ ക്വാഷ് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ എടുത്തു കളയുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്ന കേസ് പരപ്പനങ്ങാടിക്കാരിയായ ബിയ്യുമ്മയുടെയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെയും ഒരുമിച്ചുള്ള കേസിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരപ്പനങ്ങാടി സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടി കുറെ കൂടി പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾക്ക് പഴുതുള്ള ഒന്നാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ അതിഭീകരമായ രീതിയിൽ തിടം വെച്ച് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആവലാതിപ്പെടുകയോ അതല്ലെങ്കിൽ കൂടെ കൂടെ അലോസരപ്പെടുകയോ ഒരു വേള അമ്പരപ്പോടുകൂടി ഇനി എന്തുണ്ട് വഴി എന്നുള്ള രീതിയിൽ ആലോചിക്കുകയോ ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വ ഫാസിസത്തെക്കുറിച്ച്, സംഘപരിവാറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഏത് കൃഷിയിടത്തിലാണ് സംഘപരിവാർ കൃഷി ഇറക്കുന്നത്, ഏത് വളക്കൂറുള്ള മണ്ണാണ് സംഘപരിവാറിന് ഇത്രമേൽ വളർന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സാഹചര്യവും അന്തരീക്ഷവും ഒരുക്കുന്നത് എന്ന് ഇവിടത്തെ ബഹുഭൂരിഭാഗം ആളുകളും ആലോചിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞൊരു പ്രസ്ഥാനം കൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. സംഘപരിവാർ അങ്ങനെ വളർന്ന് ഏതോ ഒരു സീസണിൽ മാത്രം പൂത്തുലഞ്ഞ് പുഷ്കല അതിൻ്റെ കായും ഫലവും കൊടുത്തു പോകുന്ന ഏതോ ഒരു സീസണൽ ഇടക്കാല വിളയാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. സംഘപരിവാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയുണ്ട്. സംഘപരിവാർ ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഈ സന്ദേശത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള പ്രതിരോധം തീർത്ത് അതിൻ്റെ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുന്നതോടുകൂടി മാത്രമാണ് ഫാസിസത്തിനെതിരെയുള്ള ഏത് പ്രതിരോധ നിരയും അനുസ്യൂതവും നിരന്തരവുമായ അതിൻ്റെ ഫലം നൽകുകയുള്ളൂ എന്ന് സോളിഡാരിറ്റി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം?
ഇന്ന് പാർലമെന്റിന്റെ സെൻട്രൽ വിസ്റ്റ, പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയമാണ്. ഗാർഡിയനിൽ ഇന്ന് ലേഖനം വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ചോ അതല്ലെങ്കിൽ പതിതാവസ്ഥയെക്കുറിച്ചോ എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ഗാർഡിയൻ പറയുന്നത് ഇന്ത്യ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ കൃത്യമായ ദിശാസൂചികയാണ് ഇന്ന് നടക്കുന്ന ഒരു ഇവന്റിലേക്ക്. എത്രമേൽ ആളുകൾ ക്ഷണിക്കപ്പെട്ടിട്ടും ഒരു രാഷ്ട്രപതി ക്ഷണിക്കപ്പെടാത്തതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് നമ്മൾ ഒരു ടോക്കൺ റെപ്രസെന്റേഷനായി ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരു രാഷ്ട്രപതി വനിതയെ അവിടെ അവരോധിച്ചിട്ടുണ്ട് എങ്കിലും, അതല്ലെങ്കിൽ പാർലമെന്റിന്റെ 2 ഹൗസുകളും രാഷ്ട്രപതി ഭവനും ഇതൊക്കെ ചേരുന്ന ഒന്നിനെയാണ് പൊതുവിൽ നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്നതെങ്കിലും അതിലേക്ക് എന്തുകൊണ്ടൊരു രാഷ്ട്രപതി ക്ഷണിക്കപ്പെടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പലരും ധൈര്യപ്പെടാത്തൊരവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തപ്പെടുന്നത്? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരയോ ആയിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാനം, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി, ഒരു ഹൗസിന്റെ മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നേതാവ് ഇനാഗുറേറ്റ് ചെയ്യേണ്ടുന്ന, അതല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നത് ഹിന്ദുത്വ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ സൂചനയാണ് എന്നാണ്. മുസ്ലിം വിദ്വേഷം മാത്രം ഇന്ധനമായിക്കൊണ്ട് മുസ്ലിമിനെതിരെയുള്ള ആക്രോശങ്ങളും ആ നിലയിലുള്ള അപവാദങ്ങളും ആരോപണങ്ങളും മാത്രം മുന്നോട്ടു പോകാനുള്ള ഇന്ധനമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ, ആ സംഘപരിവാറിന് എല്ലാ തരത്തിലും റാൻമൂളിക്കൊണ്ടിരിക്കുന്ന അവസരവാദികളായ ഇവിടത്തെ പല നാട്ടുകാരും ഒരു സീറ്റ് പോലും ഇവിടെ ലഭിക്കില്ല എന്നുറപ്പുണ്ടായിട്ടും കേരളത്തിൽ നിന്ന് 30 ലക്ഷത്തിലധികം വോട്ടുകൾ BJPക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വോട്ടർമാരും എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന BJPയോട് ഒരു രീതിയിലെങ്കിലും സമാനത മനസ്കതയെങ്കിലും വെച്ച് പുലർത്തുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഹിന്ദുത്വ ഇന്ത്യയുടെ ക്രാഫ്റ്റിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഫാബ്രിക്കിനെ കുറിച്ച്, അതിൻ്റെ ഒരു സാമൂഹിക ശരീരത്തെക്കുറിച്ച് എന്ത് ഭാവനയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ്. ഹിന്ദുത്വ ഇന്ത്യയിലെ ആദിവാസി എവിടെയാണ്? ഹിന്ദുത്വ ഇന്ത്യയിലെ ദലിതൻ എവിടെയാണ്? ഹിന്ദുത്വ ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരൻ എവിടെയാണ്? ഇത് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു നിമിഷം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി ക്ഷണിക്കപ്പെടാത്തതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയെന്നാണ് പല നിരീക്ഷണങ്ങളും നമ്മളോട് പറയുന്നത്. അംബേദ്കർ പറയുന്നുണ്ട്, ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ തത്വശാസ്ത്രം, ഫിലോസഫി ഒരേ സമയം ബ്രാഹ്മണന്റെ മേധാവിത്വത്തെക്കുറിച്ച് പറയുമ്പോഴും കീഴ്ജാതിക്കാരന് ആശ്വാസം നൽകുന്ന ഒരു ലാഡർ സിസ്റ്റമാണ് എന്ന്. അതായത് ഒരു കോണിയെ പോലെയാണ് സംഘപരിവാർ നിർദ്ദേശിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെന്ന്. മുകളിലുള്ള ബ്രാഹ്മണൻ താഴെയുള്ള എല്ലാവരുടെയും തലയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ലാഡർ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി കൂടിയായ, ഒരേ സമയം ഹിന്ദുത്വയുടെ ഏറ്റവും മികച്ച വിമർശകൻ കൂടിയായിരുന്ന അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണന് ചവിട്ടാൻ അവൻ്റെ തൊട്ടു താഴെയുള്ള ഒരു തലയുണ്ട്. തൊട്ടു താഴെയുള്ള തലയിൽ ചവിട്ടിയാണ് ബ്രാഹ്മണൻ നിൽക്കുന്നതെന്ന് ആലോചിക്കാൻ പറ്റാത്ത മാത്രം അതിന് താഴെ ചവിട്ടുകൊണ്ട് നിൽക്കുന്നവന് താഴെ ചവിട്ടാൻ വേറൊരു തല കൂടി സംഘപരിവാർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അംബേദ്കർ പറയുന്നത്. മുകളിൽ നിൽക്കുന്നത് ബ്രാഹ്മണനാണ്, പക്ഷേ ബ്രാഹ്മണൻ ചവിട്ടി നിൽക്കുന്നത് തൻ്റെ തലയിലാണെന്നൊരാൾക്ക് തോന്നാത്ത രീതിയിൽ അവന് ചവിട്ടാൻ വീണ്ടും ജാതിയുണ്ട്. അതുകൊണ്ട് എൻ്റെ തലയിൽ വേറൊരാൾ ചവിട്ടിയാലും എനിക്ക് ചവിട്ടാൻ വേറൊരു തലയുണ്ട് എന്നൊരാശ്വാസം ഹിന്ദുത്വ ഇന്ത്യയിലുണ്ട്. അങ്ങനെ ചവിട്ടുകൊണ്ടവന് താഴെ ചവിട്ടാൻ വേറൊന്നുണ്ട്. അങ്ങനെ ജാതികളും ഉപജാതികളും ശ്രേണികളും വ്യത്യസ്ത കള്ളികളുമായി തങ്ങൾക്കെല്ലാം ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഏതോ ഒരു പോയിന്റ് സംഘപരിവാർ ഇന്ത്യയിലെ ഓരോ ജാതിയെയും
ഓരോ ഗ്രൂപ്പിനെയും സംബന്ധിച്ചോ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും പദവിയിൽ അവരോധിക്കപ്പെട്ടിട്ടുള്ള ദളിതന്മാർക്ക് പോലും അവർക്ക് ചവിട്ടാനുള്ള മറ്റൊരു തല കൂടി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിലാണ് സംഘപരിവാർ ഇന്ത്യയുള്ളത്. ആ തലയുടെ പേരാണ് ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത്. ഏറ്റവും കീഴ്ഘടകത്തിലുള്ള തങ്ങളുടെ മ്ലേച്ഛമായ ദൃഷ്ടി കൊണ്ട് മാത്രം നോക്കാൻ അർഹതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ, തങ്ങൾക്കുമേൽ ഏത് രീതിയിലുമുള്ള അതല്ലെങ്കിൽ തങ്ങൾക്ക് ഏത് രീതിയിലും വിഹരിക്കാൻ പറ്റുന്ന ഒരിടമായി മുസ്ലിം എന്ന് പറയുന്ന ഒരു തല കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് എന്നാണ് അംബേദ്കറിന്റെ അന്നത്തെ നിരീക്ഷണം ഇന്നത്തെ സംഘപരിവാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ആക്രോശിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുടെ പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഗുജറാത്ത് കലാപമാകട്ടെ, അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഏറ്റവും അവസാനം ശിവ്വിഹാറിലും മുസ്തഫാബാദിലും നടന്ന കലാപമാകട്ടെ, അതിനെ കലാപം എന്ന് പറയാമോ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. അത് വംശഹത്യാ നീക്കമാണ് എന്നാണ് ആ നിലയിൽ വേറൊരു രീതിയിൽ അതിനെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ ഒരു പദപ്രയോഗം, സൂക്ഷ്മ രാഷ്ട്രീയ പ്രയോഗം നടത്തുമ്പോൾ അത് വംശഹത്യാ നീക്കങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ അങ്ങനെ എത്തുമ്പോൾ അവിടെയും ഹിന്ദുത്വ ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെടുന്നത് കീഴ്ജാതിയിലുള്ള അതല്ലെങ്കിൽ അവരുടെ തന്നെ മ്ലേച്ഛമായ ദൃഷ്ടിയാൽ നോക്കപ്പെടേണ്ടുന്ന തങ്ങളിലെ തന്നെ ഏറ്റവും അധമജനതകളെന്ന് അവർ മുദ്ര കുത്തിയിട്ടുള്ള ഒരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ടുകൂടിയാണ് സംഘപരിവാർ ഇന്ത്യയിൽ മുസ്ലിം വിരോധത്തെ ആളിക്കത്തിക്കുന്നത്. അതുകൊണ്ട് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഐക്യത്തെക്കുറിച്ച്, വ്യത്യസ്തമായ ചേരികളുടെ ഒരുമിച്ചുള്ള കൊലീഷനെ കുറിച്ച്, പല രീതിയിലുള്ള ഐക്യശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹിന്ദുത്വ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരസ്പരമുള്ള എന്തെന്തൊക്കെ മൈത്രിയുടെയും സൗഹൃദത്തിൻ്റെയും ഇടങ്ങളുണ്ടോ അതെല്ലാം തച്ചുടക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ നമ്മൾ കാണാതിരുന്നുകൂടാ എന്നാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള നെറേറ്റീവുകൾ, ലവ് ജിഹാദ് അത്തരത്തിൽ വന്നൊരു നെറേറ്റീവാണ്, ഹലാൽ ജിഹാദ് അത്തരത്തിൽ വന്നൊരു നെറേറ്റീവാണ്. മുസ്ലിമുകൾക്കിടയിൽ കൂടെ കൂടെ ജീവിക്കുകയും അവരെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വേണ്ടുവിധം ഉണ്ടാവുകയും ചെയ്യുന്നവർക്ക് പോലും സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ചുട്ടെടുക്കപ്പെട്ട ചില ഇഷ്ടികകൾ, അതല്ലെങ്കിൽ അവരുടേതായ ചൂളക്കഷ്ണങ്ങൾ, അതല്ലെങ്കിൽ എറിയാൻ ഭാഗത്തിലുള്ള കല്ലുകൾ കിട്ടുമ്പോഴേക്ക് അതെടുത്ത് മുസ്ലിമുകൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാനസികാവസ്ഥകൾ മാറിപ്പോയതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചുകൂടി, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചുകൂടി നമ്മളുടെ നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. സോളിഡാരിറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്. എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലെ വ്യത്യസ്ത മതങ്ങളിലുള്ള, വ്യത്യസ്ത ജനവിഭാഗങ്ങളിലുള്ള ആളുകളുമായുള്ള നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്? ഏതെങ്കിലും മൂലകളിൽ നിന്ന് നമുക്ക് വരുന്ന വാർത്തകളെ വെച്ചുകൊണ്ടാണോ? അതല്ല, നമുക്ക് നമ്മളുടെ ജീവിതത്തെ നിശ്ചയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളായിട്ടൊന്നും തീരുമാനിക്കേണ്ടതില്ലെന്നും, മറിച്ച് വേറെ എവിടെ നിന്നും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന്, നാഗപ്പൂരിൽ നിന്ന് വരുന്ന ഒരു സർക്കുലറിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളുടെ മറ്റുള്ളവർക്ക് നേരുള്ള മൈത്രിയും വിദ്വേഷവും തീരുമാനിക്കപ്പെടേണ്ടത് എന്നും നമ്മളുടെ നാട്ടിലെ ഓരോ പൗരന്മാരും ആലോചിക്കേണ്ടതുണ്ട്. മുസ്ലിം ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയവരാണോ ഇന്ത്യ? മുസ്ലിം ജീവിതത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ഭാവനയുള്ളവരാണോ കേരളക്കാർ? അങ്ങനെയല്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. മുസ്ലിം ജീവിതത്തെ ഇത്രമേൽ അടുത്ത് കണ്ടറിഞ്ഞ ഭൂപ്രദേശം ഇന്ത്യയെപ്പോലെയും കേരളത്തെപ്പോലെയും മറ്റേതൊരു പ്രദേശവുമില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷവും വെറുപ്പും നിറഞ്ഞ ഉള്ളടക്കമുള്ള രാഷ്ട്രീയ കഥകളെക്കാൾ, ഗോസിപ്പുകളെക്കാൾ അപ്പുറമായി വസ്തുതാപരമായ ചരിത്രാന്വേഷണം നടത്തുന്ന ഏതൊരാൾക്കും മുസ്ലിം ജീവിതത്തിൻ്റെ ഇവിടെയുള്ള ജനസാമാന്യവുമായുള്ള അവരുടെ ഇഴയടുപ്പത്തെ നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനിടയിൽ തന്നെയാണ് സംഘപരിവാറിൻ്റെ ആക്രോശങ്ങൾക്ക് എല്ലാവിധ സർവസമ്മതിയും ലഭിച്ചു കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ബാബരി മസ്ജിദിന്റെ വിധി വരുമ്പോൾ ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്,
മുസ്ലിങ്ങളുടെ കാര്യം വിടുക. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളും മുസ്ലിം നിയമ വിശാരദന്മാരും വിദഗ്ധരുമെല്ലാം ഒരേ ഭാഷയിൽ പറഞ്ഞതായിരുന്നു. ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പൊതുവേദി, അവരുടെ മൊത്തത്തിലുള്ളൊരു ആർഗ്യുമെന്റ് ആയിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഏത് വിധിയാണോ വരിക ആ വിധി അവർ അംഗീകരിക്കുമെന്ന്. ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം സംഘടനയും ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിത്വം പോലും എടുത്തു പറയാൻ പറ്റുന്ന തലയെടുപ്പുള്ള ഏതോ ഒരു വ്യക്തി പോലും സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് പറയുന്ന പ്രതീക്ഷ മാത്രമാണ് വെച്ച് പുലർത്തിയത്. ബാബരി മസ്ജിദിന്റെ വിധി വന്നിരുന്ന ആ ദിവസത്തിൽ, 5 അംഗ ബെഞ്ചിന്റെ വിധി വരുന്ന ആ സമയത്ത്, ബാബരി മസ്ജിദ് കയ്യേറിയതിനെ കുറിച്ചുള്ള വിധി പ്രസ്താവിക്കുന്ന സമയത്ത് അതിൻ്റെ മുക്കദ്ദിമയായി, അതിൻ്റെ ആമുഖ വർത്തമാനമായി പറഞ്ഞു വന്ന വാക്കുകൾ കേട്ടപ്പോൾ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇത് ബാബരി മസ്ജിദിന് അനുകൂലമായൊരു വിധിയാണ് വരാൻ പോകുന്നത് എന്ന്. കയ്യേറിയത് തെറ്റ്, വിഗ്രഹം കൊണ്ടുപോയി സ്ഥാപിച്ചത് തെറ്റ്, ഇതൊക്കെ തെറ്റ്. എന്തൊക്കെയാണോ തെറ്റായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതൊക്കെ തെറ്റ്. പക്ഷേ പബ്ലിക് കോൺഷ്യൻസസ്, ഇവിടുത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവിടെ ഒരു ക്ഷേത്രം പണിയുക എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു പള്ളിക്ക് ഒരു 5 ഏക്കർ അപ്പുറത്ത് തരാമെന്നാണ്. ശരിക്കും പള്ളി ലഭിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ ഇടമില്ലാത്തതിൻ്റെ പേരിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുവേദിയായ ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മ അങ്ങനെയൊരു മുന്നോട്ട് പോക്കിന്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്? അല്ലല്ലോ. ഇന്ത്യയിലെ ഭരണഘടന നൽകുന്ന, വ്യക്തിയുടെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും നൽകുന്ന ആ സുരക്ഷയെ സംബന്ധിച്ചോ, ഇന്ത്യയിലെ ഭരണഘടന നൽകുന്ന ആ ജാമ്യത്തെ സംബന്ധിച്ചോ നമ്മളുടെ ഉറപ്പ് സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന ബോധ്യമാണ് ഇവിടുത്തെ കോടതികളിലും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയി നമ്മൾ പരാതികളായും അതല്ലെങ്കിൽ സ്യൂട്ടുകളായും നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് പൗരസമൂഹത്തോട്, പൊതുസമൂഹത്തോട്, അതല്ലെങ്കിൽ ഹിന്ദുത്വ ഇന്ത്യയുടെ വാദങ്ങളെ അവർക്ക് ന്യായം ചമക്കാനെങ്കിലും ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഏതൊരു ഇന്ത്യയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് എക്സ്ക്ലൂഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് സ്ഥിരതയുള്ള ഒരു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഒരു സമൂഹത്തെ കാലാകാലത്തേക്ക് അനീതിക്ക് വേണ്ടി മാത്രം അവരെ പുറത്തു നിർത്തിയിട്ടോ നീതി ഒരിക്കലും ലഭിക്കില്ല എന്ന് ഇവിടത്തെ നിയമനിർവഹണ സംവിധാനവും ഇവിടത്തെ നീതിപാലന സംവിധാനവും പോലീസ് സംവിധാനവും എല്ലാം അവരോട് വേറിട്ടൊരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം UAPA പോലെയുള്ള ചില നിയമങ്ങൾ ചുട്ടെടുക്കപ്പെട്ട് അവരിൽ മാത്രം അത് പ്രയോഗിക്കപ്പെടുമ്പോൾ ഒരു രാജ്യം എത്രമാത്രം സന്തുലിതമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. രാജ്യത്ത് ആ നിലയിൽ അസ്ഥിര സ്വഭാവങ്ങൾ നിലനിൽക്കുന്ന, അതല്ലെങ്കിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. കാശ്മീരിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടായിരുന്നു, ഉത്തരേന്ത്യയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇത് കേൾക്കുന്ന അതല്ലെങ്കിൽ ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒരു കാലത്ത് ഉത്തരേന്ത്യയെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞിരുന്ന വർത്തമാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞിരുന്ന വർത്തമാനങ്ങൾ, ഇന്ന് നമ്മളുടെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പോലും അത്രമേൽ വീശിയടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ താലോലിക്കുന്ന ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ ബാധ്യതയുണ്ട് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, അതിൻ്റെ സമരകാലഘട്ടത്തെ അത് അടയാളപ്പെടുത്തി പോന്ന അതിൻ്റെ ആദ്യ വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ പ്രസക്തമായ ഫാസിസം നിറകൊണ്ട് അതിൻ്റെ ഉഗ്രരൂപം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും വലിയ ചോദ്യമായി ഇസ്ലാമോഫോബിയെ ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് സോളിഡാരിറ്റി അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഉന്നയിക്കലായി കാണുന്നത്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ അന്തരീക്ഷം ഒരു MLA-യെയും ഒരു MP-യെയും പോലും BJPക്ക് ലഭിക്കാൻ നമുക്ക് ഇതുവരേക്കും സാധിച്ചിട്ടില്ല എന്ന്
ആ നിലയിൽ ആശ്വസിക്കുമ്പോൾ തന്നെയും ഇത്രമേൽ വിഷം വമിക്കുന്ന പ്രസ്താവനകൾക്ക് എങ്ങനെയാണ് ഇവിടെ ഇടമുണ്ടാകുന്നത് എന്നാണ്. ഇത്രമേൽ പരസ്പരമുള്ള വിദ്വേഷത്തിന്റെ അന്തരീക്ഷം നമുക്കറിയാം. PC ജോർജ് എന്ന് പറയുന്ന ഒരു MLA, പൂഞ്ഞാറുകാരനായ ഈരാറ്റുപേട്ടക്കാർക്കിടയിൽ 98% മുസ്ലിങ്ങളുള്ള പ്രദേശവും മുസ്ലിം ഇഴയടുപ്പം ആ നിലയിൽ സാധ്യവുമായ ഒരു മനുഷ്യനായിട്ടാണ് PC ജോർജ് എന്ന് പറയുന്ന ഒരു MLA ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. PC ജോർജ് വിടുവായത്തം പറയുന്ന ഒരു പോഴത്തക്കാരനായ ഒരാളാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവങ്ങൾ കേരളം പറയുമ്പോഴും ഈരാറ്റുപേട്ടക്കാരങ്ങനെ പറയുമായിരുന്നില്ല. കാരണം അവരുടെ മരണാനന്തര കർമ്മങ്ങളിലും അവരുടെ കല്യാണ വീടുകളിലും അവരുടെ ആഘോഷവേളകളിലുമൊക്കെ അവരോടൊപ്പം ജീവിച്ച് അവരെന്താണെന്നറിയുന്ന, അവരെ അടുത്തറിയുന്ന ഒരു മനുഷ്യൻ തങ്ങളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എതിരാകുന്ന ഒരു സന്ദർഭത്തിൽ ആദ്യമായി പ്രയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും വിഷമമിക്കുന്ന വർത്തമാനങ്ങൾ. ഈരാറ്റുപേട്ടയിലെ ഓരോ ചായക്കടയിലും ചായ കുടിക്കാൻ കയറുമ്പോൾ അവിടെ ഫില്ലറുകളിൽ നിങ്ങൾക്ക് വന്ധ്യംകരണത്തിനുള്ള മരുന്ന് ചേർക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഒരു MLA ആയിരുന്ന ഒരു വ്യക്തി നടത്തുമ്പോൾ അത് ഏത് രാഷ്ട്രീയ മൂലധനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പാലായിലുള്ള ഒരു ബിഷപ്പ് ജോസഫ് കുറവിലങ്ങാട്ട് എന്ന് പറയുന്ന, ജോസഫ് കല്ലറങ്ങാട്ട് എന്ന് പറയുന്ന പാലാ ബിഷപ്പ്, അദ്ദേഹം കുരുവിലങ്ങാട്ട് പള്ളിയിൽ കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം വിവരമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോയത് എന്ന്. ബിഷപ്പുമാർക്കിടയിൽ ഏറ്റവും വിവരമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ സംഭവിച്ചു പോകുന്ന ഏതോ സ്ഖലിതമാണ് എന്നും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അദ്ദേഹം എഴുതി തയ്യാറാക്കുന്ന ഒരു പ്രസംഗത്തിൽ പറയുന്നു നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച്. അതുവരേക്കും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ജിഹാദാണ്. നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ആ പ്രസ്താവനക്ക് സാംസ്കാരിക കേരളം നൽകിയ ഉത്തരം എന്തായിരുന്നു? രാഷ്ട്രീയ കേരളം നൽകിയ ഉത്തരം എന്തായിരുന്നു? എന്നല്ല, ഇവിടുത്തെ ഭരണകൂടം നൽകിയ ഉത്തരം എന്തായിരുന്നു? ഭരണകൂടത്തിന്റെ ഉത്തരം കൃത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മന്ത്രിസഭയിലെ പ്രമുഖനായ ഒരു മന്ത്രി വാസവൻ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ അങ്ങോട്ട് പോയി സന്ദർശിക്കുകയും പാലാ ബിഷപ്പ് മാന്യനാണ് എന്ന് അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്തത്. അതായത് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പ്രതികരണം തീർത്തുകൊണ്ടുള്ള കമൻറ്റുകൾ ചില സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴേക്ക് പാലാ ബിഷപ്പിനെ വെള്ളപൂശാൻ ഇറങ്ങുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ വ്യക്തിപരമായി വിലയിരുത്തണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഏതൊരു രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് സൂചന നൽകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ നാടിൻ്റെ ഒരു അന്തരീക്ഷം അത് BJP ഉണ്ടോ, BJPക്ക് ഏത് MLA ഉണ്ടോ MP ഉണ്ടോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനേക്കാൾ സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു പൊതുശത്രുതയുടെയും അപരമത വിദ്വേഷത്തിന്റെയും, കൃത്യമായി പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധ പിന്നാൾ പ്രവർത്തനത്തിന്റെയും എല്ലാം ഒരു ഗതി സ്വീകരിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും സുന്ദരമായി നമുക്കൊരു മൈത്രിയുടെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒന്നായി ഈ വിദ്വേഷ പ്രവർത്തനങ്ങൾ, ഈ വിദ്വേഷ പ്രചരണങ്ങൾ എന്നുള്ളത് ഒരു തടസ്സമായി നമ്മൾ കാണണമെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. നമ്മൾ വെറുപ്പിനെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയും. സ്നേഹവും വെറുപ്പും പരസ്പരമുള്ള വിരുദ്ധമായ പദങ്ങളായി നമ്മൾ പറയും. സംഘപരിവാറിന്റെ വെറുപ്പിനെതിരെ നമുക്ക് സ്നേഹത്തിന്റെ ചിറകെട്ടിക്കൊണ്ട് പ്രതിരോധം തീർക്കണമെന്ന് പറയും. പക്ഷേ വെറുപ്പ് പടർന്നു കഴിഞ്ഞാൽ, വെറുപ്പിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞാൽ, വെറുപ്പിനാൽ തീഗോളം നമ്മളുടെ ഗ്രാമങ്ങളെയും നമ്മളുടെ സംസ്കാരത്തെയും നമ്മളുടെ എല്ലാം ജീവിതത്തെയും വിഴുങ്ങിക്കളഞ്ഞാൽ സ്നേഹം കൊണ്ട് അതിനെ മറികടക്കണമെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ട് നമ്മളുടെ വേദനകൾ, അതല്ലെങ്കിൽ നമ്മളുടെ മുറിവുകൾ നമുക്കത് ഉണക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലെ ഓരോ പൗരന്റെയും ബാധ്യത വെറുപ്പില്ലാതിരിക്കുവാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ സംഘപരിവാർ ഏത് തീവ്രതയിലാണോ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്, ആ തീവ്രത പോയിട്ട് ആ വെറുപ്പിന്റെ പശ്ചാത്തലങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പാർലമെന്റിലെ BJPക്ക്, അതല്ലെങ്കിൽ നിയമസഭയിൽ BJPക്ക് MLA യും MP യും ഉണ്ടോ എന്ന് പറയുന്ന ചർച്ചയേക്കാൾ അത് അർത്ഥവത്താകുന്നത്
എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ ജനജീവിതം, നമ്മളുടെ മുന്നോട്ട് പോക്ക്, നമ്മളുടെ നിത്യജീവിതം ഇതെല്ലാം പ്രയാസപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസമത്വവും ഏറ്റവും വലിയ അസംതൃപ്തിയും ഏറ്റവും കൂടുതൽ വിഭവ വിതരണത്തിലെ അസന്തുലിതത്വവും നിലനിൽക്കുന്ന പ്രദേശമെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യർ തമ്മിലുള്ള അന്തരം, ദരിദ്രനും ധനികനും തമ്മിലുള്ള അന്തരം, ഇവിടത്തെ വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള അന്തരം, ഇവിടത്തെ കോർപ്പറേറ്റുകളും ഇവിടത്തെ സ്ലമ്മുകളിൽ ഇവിടത്തെ ചേരികളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവനും തമ്മിലുള്ള അന്തരം, ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അന്തരം, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഇത്രമേൽ വിദ്വേഷത്തിന്റെ ചെറിയൊരു കണികയിട്ട് പോകുമ്പോഴേക്ക് ഇത്രമേൽ സുപ്രധാനമായ രാഷ്ട്രീയ വിഷയങ്ങൾ അപ്രസക്തമായി നമുക്കിടയിൽ പോരടിക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങുന്നത് എന്ന് സംഘപരിവാറിന്റെ പിണിയാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ പോലും ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏത് വിഷയമായാലും നമ്മൾ പലപ്പോഴും പല അർത്ഥത്തിൽ നമ്മൾ മുസ്ലിം വിഷയങ്ങളിലേക്ക് മാത്രം ചേർത്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ മുസ്ലിം ബഹുൽ പ്രദേശങ്ങൾ, അതല്ലെങ്കിൽ മുസ്ലിം സാന്നിധ്യം കൂടുതലുണ്ട് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പോലുമുള്ള വിഭവ വിതരണത്തിലെ അസന്തുലിതത്വം, നമ്മൾ ഏറ്റവും അവസാനം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മലബാറിലെ +2 സീറ്റുകളുടെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. +2 സീറ്റുകളിലെ അപര്യാപ്തത ഈ ഒരു അലോട്ട്മെന്റിന്റെയോ ഈ ഒരു ബാച്ച് പ്രഖ്യാപനത്തിന്റെയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായി സ്കൂൾ നിർമ്മിച്ചുകൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ അത് ഇന്നും ഇന്നലെയും ഉന്നയിക്കാൻ തുടങ്ങിയതാണോ? ഇന്നും അതല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതാണോ? അല്ലല്ലോ. +2 2001 പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ആ നിലയിൽ +2 സ്കൂളുകളുടെ ഭാഗമായി ആ നിലയിൽ പിന്നീട് വരുന്നൊരു സമയത്ത് 10-15-20 കൊല്ലങ്ങളായി കേരളത്തിൽ അന്ന് SIOയും പിന്നീട് മലബാർ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സോളിഡാരിറ്റിയും എല്ലാം ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം, നമുക്ക് എങ്ങനെയാണ് 10-30,000-ത്തിലധികം കുട്ടികൾ ഒരു ജില്ലയിൽ പുറത്തു നിൽക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് സീറ്റുകളുടെ കുറവ് എന്നാണ്. സീറ്റുകളുടെ കുറവ് എന്നുള്ളതിനേക്കാൾ പരിഗണനയുടെ കുറവ്, അതല്ലെങ്കിൽ അവഗണനയുടെ മികവ് എന്നൊക്കെ നമുക്ക് ഏറ്റവും മൂർത്തമായ ഭാഷയിൽ അതിനെ വിശദീകരിക്കേണ്ടി വരും. മാറി മാറി വരുന്ന സർക്കാരുകൾ, അതിൽ UDFും LDFും ഒരുപോലെ പ്രതിയാണ്. LDF സർക്കാരിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് രക്ഷപ്പെടാൻ UDFനും സാധിക്കില്ല എന്നാണ് മലബാർ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനും പറയാനുള്ളത്. കാരണം ഉന്നയിക്കപ്പെടേണ്ടുന്ന ഘട്ടത്തിൽ അത് ഒരു പ്രശ്നമായി മുന്നോട്ട് വെച്ച് പരിഹരിക്കപ്പെടേണ്ടുന്ന വ്യവസ്ഥയിൽ അത് പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ മികവുണ്ടായിട്ട് കൂടി ഏറ്റവും കൂടുതൽ കുട്ടികൾ A+ നേടുന്ന, അതല്ലെങ്കിൽ ആ നിലയിൽ ഉയർന്ന റാങ്കുകൾ നേടുന്ന ഒരു ജില്ലയിൽ ഇത്ര കുട്ടികൾ പടിക്ക് പുറത്ത് നിൽക്കപ്പെടുന്നത് അത് ഏത് അന്തരീക്ഷത്തെ നിർത്തിയാണ്? അതല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം അത് കുഴപ്പമില്ല, അതല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതില്ല, പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം അത് മലപ്പുറം ജില്ല അല്ലായിരുന്നുവെങ്കിൽ വേറെ ജില്ലകളിൽ അത് പരിഹരിക്കപ്പെടുമായിരുന്നു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ആ നിലയിലുള്ള ഒരു ഉന്നയിക്കലിന് അതിന് ചില വർഗീയമായ മുഖങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഒരു മാടമ്പി സ്വരത്തിൽ, അതല്ലെങ്കിൽ ഒരു ചട്ടമ്പി ഭാവത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ V ശിവൻകുട്ടി ചെയ്തത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ ആ നിലയിൽ എന്ത് ഭാവവ്യത്യാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് പക്ഷപാതപരമായ നിലപാടാണ് സ്റ്റേറ്റിനുള്ളത് എന്ന് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. 10-35,000-ത്തിലധികം കുട്ടികൾ പുറത്തു നിന്നിട്ടും ഈ ചോദ്യത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഈ സർക്കാർ അങ്ങനെയുള്ള സർക്കാരാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ എന്ന് ഇങ്ങോട്ടാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരമല്ല, ചോദ്യത്തിന് ചോദ്യമാണ്. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ സബ്കാ സാത്തും സബ്കാ വികാസും വെച്ചുകൊണ്ട് മോദി പണ്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്ന രവീന്ദർ സച്ചാർ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോട് അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് രവീന്ദർ സച്ചാർ ചോദിക്കുന്നത്, ഇവിടെയുള്ള മുസ്ലിം പിന്നാക്ക പ്രദേശങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസ സാമൂഹിക സ്ഥിതിവിവര കണക്ക് വളരെ മോശമാണല്ലോ, ഇതാണ് ചോദ്യം. പക്ഷെ ആ സമയത്ത്
അദ്ദേഹം നൽകുന്നൊരു മറുപടിയുണ്ട്. മേ മുസൽമാൻ കാ മുഖ്യമന്ത്രി നഹീ ഹൂം, मैं हिंदुओं का मुख्यमंत्री नहीं हूं, मैं सबका साथ हूं, मैं सबका विकास का प्रयास कर रहा हूं. ഞാൻ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് ഹിന്ദുത്വ ഇന്ത്യയിൽ ആദ്യമായി പ്രയോഗിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതാണ് പിന്നീട് BJPയുടെ മുദ്രാവാക്യമായിട്ട് പിന്നീട് ഉയർത്തി വരുന്നത്. അതായത് ഞങ്ങൾ എല്ലാവരോടും ഒരേപോലെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പണിയെടുക്കാൻ പറ്റൂല, നിലവിലുള്ള അവസ്ഥയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ബാക്ക്ലോഗ് നികത്തൽ, വിഭവ വിതരണത്തിൽ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ആ നിലയിൽ നോക്കിക്കാണൽ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളെ തുടർന്ന് നമുക്കുണ്ടായ പിന്നീട് വന്നിട്ടുള്ള പാലോളി കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികളുടെ ശുപാർശകൾ, ഇതിനെപ്പോലും മുഖവിലക്കെടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, +2 സീറ്റ്, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടി പോലും കടന്നു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് അസന്തുലിതത്വത്തിൻ്റെ ഏറ്റവും പുതിയൊരു ചരിത്രത്തിലേക്ക് 1,00,000-ലധികം വിദ്യാർത്ഥികൾ ഒരു ജില്ലയിൽ പുറത്തു നിൽക്കുകയാണ്. പ്രക്ഷോഭങ്ങളായിട്ട് സംഘടനകൾ നിലവിലുണ്ട്, വരുന്നുണ്ട്, വലിയ ശുഭകരമായ ഒരു കാര്യമാണ്. പക്ഷേ 10-18 വർഷത്തിലധികമായി ഇവിടെ SIOയും സോളിഡാരിറ്റിയും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അന്നിതൊരു വർഗീയമായൊരു സംഗതിയായിട്ടാണ് പറയപ്പെട്ടിരുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു ഈ ഒരു വിഷയത്തിൽ യോജിച്ച പ്രക്ഷോഭം, ഫാസിസത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരത്തിൽ സംഘടനകളുടെ അതല്ലെങ്കിൽ നമ്മളുടെ മുൻഗണനകൾ നിശ്ചയിച്ചുകൊണ്ട് വിഭവ വിതരണത്തിലെ ഈ അസന്തുലിതത്തിനെതിരെയുള്ള നമ്മളുടെ കൂട്ടായ ശ്രമങ്ങൾ, യോജിച്ച ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ്. ഏറ്റവും വലിയ വിമർശനം സംഘപരിവാറിനെതിരെയുള്ള വിമർശനം തന്നെയാണ്, സംഘപരിവാറിൽ നിന്നുള്ള മോചനം തന്നെയാണ്. പക്ഷേ അതിനർത്ഥം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ മൂലധനം, അതിൻ്റെ സാംസ്കാരിക ഫാസിസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി സംഘപരിവാറിനെ ഇല്ലാതാക്കി എന്ന് ആശ്വസിച്ചുകൊണ്ട് സാംസ്കാരികമായി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആരോഹണത്തിൽ നമ്മളത് കണ്ടതാണ്. രണ്ടാമത്തെ ഇടതുപക്ഷത്തിൻ്റെ രണ്ടാം ഭരണസാരഥ്യം എന്ന് പറയുന്നത് അത്തരം ചില അന്തരീക്ഷങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. സംഘപരിവാർ സമം ഇടതുപക്ഷം എന്ന് പറയുന്ന സമീകരണ യുക്തി നമ്മളുടേതല്ല, അങ്ങനെ ആരും പറയുന്നുമില്ല. പക്ഷേ ഇതാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ സംഘപരിവാർ പറയാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങളെ താലോലിച്ചുകൊണ്ട് രാഷ്ട്രീയമായി മാത്രം മുഖം സംഘപരിവാറിനെതിരെ തിരിച്ചുകൊണ്ട് സാംസ്കാരികമായി സംഘപരിവാറിൻ്റെ സൂത്രവാക്യങ്ങളെ അതിസമർത്ഥമായി ഉപയോഗിക്കാനാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാവമെങ്കിൽ അതിനെതിരെ കൂടി ഫാസിസത്തിനെതിരെയുള്ള യോജിച്ച പോരാട്ടം എത്രമേൽ ആവശ്യമാണോ ഈ കാപഢ്യത്തെയും തുറന്നെതിർക്കേണ്ടത് വലിയൊരു കാരണമായി, വലിയൊരു സമയത്തിൻ്റെ ആവശ്യമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നു. ആ നിലയിൽ തന്നെ സോളിഡാരിറ്റിയുടെ ഫോക്കസ്, അതല്ലെങ്കിൽ സോളിഡാരിറ്റിയുടെ മുന്നോട്ട് പോക്ക് ഈ ഇസ്ലാമോഫോബിയ അന്തരീക്ഷത്തിൽ തിടം വെച്ചു വരുന്ന രാഷ്ട്രീയ സാമൂഹിക കാര്യകാരണങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വിശകലനങ്ങളിലൂന്നിയ അതിൻ്റെ പ്രോഗ്രാമുകൾക്ക് നിങ്ങളുടെ ഏവരുടെയും ആ നിലയിലുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.